രണ്ട് വാക്കിൽ ഒരു അനുമോദനം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന് ഈ പുണ്യദിനത്തിൽ ആ സലാത്തിൻ്റെ ഹംദിൻ്റെ സലാത്തിൻ്റെ തുടങ്ങുന്ന ശരിക്കും അനൗചിത്യവുമാണ്. മാത്രമല്ല എനിക്കും ആ പദശൻ്റെ അടുത്ത് കണക്ക് പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത് സമയം എത്രയില്ലെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ കണക്ക് നമ്മൾ പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ പുതുക്കുന്ന ജന്മദിനത്തിലുള്ള ഈ സമ്മേളനത്തിൽ നമ്മുടെ കൺമുൻപിൽ കാണുന്ന രീതിയിൽ നമ്മുടെ പ്രഭാഷകൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. എനിക്കുമൊക്കെ അത് വിജ്ഞാനപ്രദമായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അധിക പ്രസംഗമാകുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ ആകെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇളം തലമുറ, ഈ മുമ്പേ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് ഉത്തേജനാത്മകമായ കാര്യങ്ങൾ നമ്മൾ ഈ മിലാദിൻ്റെ പുണ്യദിനങ്ങളിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പറയേണ്ടതാണ്. പക്ഷേ അവർക്ക് അവരുടെ മനസ്സിൽ തട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹിമ എന്താണെന്ന് ചോദിച്ചാൽ പല കുട്ടികളും എനിക്കറിയാം. ചോദിക്കാനൊന്നും സമയമില്ല. പക്ഷേ ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്ത് വല്ല മണമെന്നുള്ളതല്ല, നമ്മുടെ ജമാഅത്തിലുള്ള ഓരോ ഡോക്ടറുടെയും ഓരോ കാര്യം നമുക്ക് ഞങ്ങളുടെ കുടുംബാംഗമാണ് ഞാൻ. അപ്പം എൻ്റെ കാര്യം പൊക്കി പറയുന്നതായിട്ട് വിചാരിക്കരുത്. പക്ഷേ നമ്മളിപ്പം ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ അവിടെ MBBS 150 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഞാനിപ്പോൾ പഠിച്ചോൻ്റെ മഹത്തായ ഫലലും ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, പ്രൊഫസറാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡുണ്ട്. അതിൻ്റെ ഒരു അംശം എല്ലായിടത്തും സംസാരിച്ചാൽ ഒരു അംശം നമ്മളിൽ വന്നു പോകും. അതേപോലെ ചോദ്യം ചോദിക്കലാണ് എപ്പോഴും